രാജീവ് ചന്ദ്രശേഖർ തോറ്റതിന് ഉത്തരവാദി വി രാജേഷ് എന്ന ആരോപണം. ബി.ജെ.പി. സംസ്ഥാന ഓഫീസിനും രാജേഷിന്റെ വീടിന് മുന്നിലും പോസ്റ്ററുകൾ. കോൺഗ്രസിൽ നിന്ന് പണം വാങ്ങിയെന്നും രാജേഷിന്റെ സാമ്പത്തിക വളർച്ച അന്വേഷിക്കണമെന്നും ആവശ്യം. അച്ചടക്കമില്ലായ്മ വെച്ചുപുറപ്പിക്കില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ. പരാതി നൽകി വി രാജേഷ്. നിറത്തിന്റെ പേരിലുള്ള അധിക്ഷേപത്തിന് ഇരയെന്ന് ചീഫ് സെക്രട്ടറി. പ്രവർത്തനം തന്നെ പോലെ കറുത്തതെന്ന് പറഞ്ഞ നേതാവിന് മറുപടിയായി ശാരദാ മുരളീധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പ്രതികരിച്ചത് സമൂഹത്തിൽ ചർച്ചയാകണമെന്ന ഉദ്ദേശ്യത്തോടെയെന്ന് ശാരദാ മുരളീധരൻ. ചീഫ് സെക്രട്ടറിയെ പിന്തുണച്ച് നേതാക്കൾ. ആലപ്പുഴ കളക്ടറേറ്റിലെ ഐത്താചാരണമെന്ന പരാതിയിൽ ഹുസൂർ ശിരസ്താറിനെതിരെ ഗുരുതര ആരോപണങ്ങൾ. പ്രത്യേക ഹാജർ പുസ്തകത്തെ സംബന്ധിച്ചുള്ള ചോദ്യത്തിന് പട്ടിക്കും പൂച്ചയ്ക്കും ഇതു മതിയെന്ന് പ്രീത പ്രതാപ് പറഞ്ഞതായി എഫ്ഐആർ. ഡെപ്യൂട്ടി കളക്ടറുടെ ഇടക്കാല റിപ്പോർട്ട് SC/ST കമ്മീഷന് കൈമാറി. ആശമാരുടെ നിരാഹാര സമരം 7ാം ദിവസം. സമരത്തെ വീണ്ടും വിമർശിച്ച് INTUC. പിണറായി വിലാസം സംഘടനയാകരുതെന്ന് INTUCയോട് കെ മുരളീധരൻ. ആശമാരെ പിന്തുണച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ജനസഭ. വയനാട് ദുരിതബാധിതർക്ക് വായ്പാ മൊറട്ടോറിയമല്ല, വായ്പ എഴുതിത്തള്ളുകയാണ് വേണ്ടതെന്ന് കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി. വ്യക്തത വരുത്തി സത്യവാങ്മൂലം നൽകണം. വായ്പ എഴുതിത്തള്ളാനാവില്ലെന്ന് കേന്ദ്രം. വായ്പ പുനഃക്രമീകരിക്കും. വിഴിഞ്ഞം തുറമുഖത്തിന് വയബിലിറ്റി ഗ്യാപ് ഫണ്ട് വാങ്ങാൻ മന്ത്രിസഭാ തീരുമാനം. വായ്പയായി തന്നെ സ്വീകരിക്കാമെന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ അറിയിക്കും. കൈപ്പറ്റുക 818 കോടി രൂപ. ബലാത്സംഗ കേസിൽ അലഹബാദ് ഹൈക്കോടതിയുടെ വിവാദ ഉത്തരവ് സ്റ്റേ ചെയ്ത് സുപ്രീം കോടതി. ജഡ്ജിയുടെ ഭാഗത്ത് നിന്ന് അശ്രദ്ധയുണ്ടായി. ജഡ്ജിക്കെതിരെ കടുത്ത ഭാഷ ഉപയോഗിക്കേണ്ടി വരുന്നുവെന്നും സുപ്രീം കോടതി. വിമർശനം പെൺകുട്ടികളുടെ മാറിടത്തിൽ സ്പർശിക്കുന്നത് ബലാത്സംഗമല്ലെന്ന ഉത്തരവിൽ. അണ്ണാ DMK വീണ്ടും NDAയിലേക്കോ? നിയമസഭാ തെരഞ്ഞെടുപ്പിന് 1 വർഷം മാത്രം ബാക്കി നിൽക്കെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിർണായക നീക്കങ്ങൾ. എടപ്പാടി പളനിസ്വാമി അമിത്ഷായുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. കർണാടകത്തിൽ ഹണി ട്രാപ്പ് വിവാദം കത്തുന്നു. അന്വേഷണം ആവശ്യപ്പെട്ട ആഭ്യന്തരമന്ത്രിക്ക് രാജണ്ണ പരാതി നൽകി. ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടിയ അർജന്റീന. നേട്ടം യുറുഗ്വായ് ബൊളീവിയ മത്സരം സമനിലയിലായതോടെ. ബ്രസീലിനെ തോൽപ്പിച്ചത് 1-നെതിരെ 4 ഗോളുകൾക്ക്. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റതിന് പിന്നാലെ BJPയിൽ പോസ്റ്റർ വിവാദം. വി രാജേഷിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ടാണ് തിരുവനന്തപുരത്ത് പോസ്റ്റർ പതിച്ചത്. പ്രതികരണ വേദിയുടെ പേരിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററിന് പിന്നിൽ ജനറൽ സെക്രട്ടറി സ്ഥാനം ലക്ഷ്യമിട്ടുള്ള നീക്കമെന്നാണ് സൂചന. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖറിനെ പരാജയപ്പെടുത്താൻ വി രാജേഷ് കോൺഗ്രസിന്റെ പക്കൽ നിന്ന് പണം കൈപ്പറ്റിയെന്നും കഴിഞ്ഞ 15 വർഷത്തെ രാജേഷിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ ED പരിശോധിക്കണമെന്നും രാജേഷിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പോസ്റ്റർ. ED റബ്ബർ സ്റ്റാമ്പ് അല്ലെങ്കിൽ വി രാജേഷിനെതിരെ അന്വേഷണം നടത്തണമെന്നും BJP പ്രതികരണ വേദിയുടെ പേരിലുള്ള പോസ്റ്ററിൽ ആവശ്യപ്പെടുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വി രാജേഷ് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നും പോസ്റ്ററിൽ പരാമർശമുണ്ട്. BJP ജില്ലാ സംസ്ഥാന കമ്മിറ്റി ഓഫീസുകൾക്ക് മുന്നിലും വി രാജേഷിന്റെ വീടിന് മുന്നിലുമാണ് പോസ്റ്റർ പതിച്ചത്. രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായി ചുമതലയേറ്റ ശേഷം നടക്കാനിരിക്കുന്ന പാർട്ടി പുനഃസംഘടന ലക്ഷ്യമിട്ടാണ് രാജേഷിനെതിരായ പോസ്റ്റർ എന്നാണ് സൂചന. രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റായതോടെ BJP സംസ്ഥാന നേതൃത്വത്തിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളിലും മാറ്റം വന്നിട്ടുണ്ട്. അതേസമയം തന്നെ അപകീർത്തിപ്പെടുത്താനുള്ള നീക്കമാണ് പോസ്റ്റർ പതിച്ചതിന് പിന്നിലെന്ന് ചൂണ്ടിക്കാട്ടി വി രാജേഷ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. അതിനിടെ വിഭാഗീയത വെച്ചുപൊറിപ്പിക്കില്ലെന്നും അച്ചടക്കം ലംഘിച്ചാൽ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും നേതാക്കൾക്ക് രാജീവ് ചന്ദ്രശേഖർ മുന്നറിയിപ്പ് നൽകി. സംസ്ഥാന ജില്ലാ കാര്യാലയങ്ങൾക്ക് മുന്നിലെ പോസ്റ്ററുകൾ നീക്കാനും ജില്ലാ ഘടകത്തോട് സംസ്ഥാന അധ്യക്ഷൻ ആവശ്യപ്പെട്ടു. ന്യൂസ് 18 തിരുവനന്തപുരം. നിറത്തിന്റെ പേരിൽ അധിക്ഷേപം നേരിട്ടുവെന്ന് പോസ്റ്റിട്ട ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന് പിന്തുണ പ്രവാഹം. ചീഫ് സെക്രട്ടറിക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നതിനൊപ്പം തുറന്നെഴുതാൻ അവർ കാട്ടിയ ധൈര്യത്തെ അഭിനന്ദിക്കുകയാണ് എല്ലാവരും.
നിറത്തിന്റെ പേരിൽ അധിക്ഷേപം നേരിട്ടുവെന്ന് തുറന്നെഴുതിയത് ബ്യൂറോക്രസിയുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥയാണ്. തന്റെ മുൻഗാമിയുടെ പ്രകടനവുമായി തന്നെ നിറത്തിന്റെ അടിസ്ഥാനത്തിൽ താരതമ്യം ചെയ്തെന്നാണ് ശാരദാ മുരളീധരൻ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത്. ഓഫീസിലെത്തിയ ഒരു പ്രധാനപ്പെട്ട വ്യക്തി നടത്തിയ പരാമർശം വേദനിപ്പിച്ചു. പക്ഷേ കറുപ്പ് മനോഹരമാണെന്നും ശാരദാ മുരളീധരൻ കുറിച്ചു. ചീഫ് സെക്രട്ടറിയുടെ പോസ്റ്റ് കേരളം ഏറ്റെടുത്തു. സമസ്ത മേഖലകളിൽ നിന്നും ശാരദാ മുരളീധരന് പിന്തുണ പ്രവാഹം. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പൊതുസമൂഹം ചീഫ് സെക്രട്ടറിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊരു വലിയ അഭിമാനം തോന്നി. കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി അത്രയും ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് കിട്ടിയത്. അത് സാധാരണ ആരും ധൈര്യം കാണിക്കാറില്ല, അങ്ങനെ ഒരാ ധൈര്യം കാണിച്ചു. സമൂഹ മാധ്യമങ്ങളിലും ചീഫ് സെക്രട്ടറിയുടെ പോസ്റ്റ് തന്നെയാണ് മുഖ്യ ചർച്ച. ഉന്നത സ്ഥാനത്തിരിക്കുന്ന ചീഫ് സെക്രട്ടറിക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ മറ്റിടങ്ങളിൽ നിറത്തിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്നവർ എത്ര പേരുണ്ടാകുമെന്നാണ് ചോദ്യം. ഇന്നലെ ആദ്യം പോസ്റ്റിട്ട ശേഷം ശാരദാ മുരളീധരൻ വിവാദമാകുമെന്ന് ഭയന്ന് പോസ്റ്റ് പിൻവലിച്ചിരുന്നു. എന്നാൽ ഇതേ നിലപാട് തന്നെ റീപോസ്റ്റ് ചെയ്യാൻ അവർ ധൈര്യം കാട്ടി. ശാരദാ മുരളീധരന്റെ ധൈര്യത്തെ പുകഴ്ത്തിയും നിരവധി പേർ രംഗത്തു വരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ആലപ്പുഴ കളക്ടറേറ്റിൽ ജീവനക്കാർ ജാതീയ വിവേചനം നേരിട്ടുവെന്ന കേസിൽ മേലുദ്യോഗസ്ഥയെക്കുറിച്ച് ഗുരുതര വിവരങ്ങൾ ഉൾപ്പെട്ട എഫ്ഐആർ പുറത്തുവന്നു. ഹുസൂർ ശിരസ്തദാർ പ്രീത പ്രതാപനെതിരെയാണ് ജീവനക്കാരന്റെ മൊഴിയുള്ളത്. പ്രത്യേക ഹാജർ പുസ്തകത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് പട്ടിക്കും പൂച്ചയ്ക്കും ഇതു മതിയെന്ന് പ്രീത മറുപടി നൽകിയതായും എഫ്ഐആറിൽ പറയുന്നു. സംഭവത്തിൽ ആലപ്പുഴ ഡിവൈഎസ്പി ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുക്കും. രാവിലെ തൂക്കാനെത്തുന്ന സ്ത്രീകളുടെ അമ്മമാരുടെ എൻ്റെ അമ്മയുടെ പ്രായമൊക്കെ ഉള്ളവരാണ്. 70-60 വയസ്സിന് മുകളിലുള്ളവരാണ്. അവരുടെയൊക്കെ കൂടെ ചേർന്ന് എൻ്റെ അറ്റൻഡൻസ് രജിസ്റ്റർ സൂക്ഷിക്കുന്നത്. ആലപ്പുഴ കളക്ടറേറ്റിലെ കൺട്രോൾ റൂം ജീവനക്കാരനായ രഞ്ജിത്തിന്റെ പരാതിയിന്മേലാണ് സൗത്ത് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ജീവനക്കാരെ മാത്രം ഒറ്റപ്പെടുത്തി കളക്ടറേറ്റിൽ ഹാജർ രേഖപ്പെടുത്തുന്നതിനായി പ്രത്യേക രജിസ്റ്റർ നൽകിയെന്നതായിരുന്നു പരാതിയുടെ അടിസ്ഥാനം. ഹുസൂർ ശിരസ്ദാറായ പ്രീത പ്രതാപനാണ് വിവേചനത്തിന് പിന്നിലെന്നായിരുന്നു പരാതി. രഞ്ജിത്തിനെ കൂടാതെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ശിരസ്ദാർ രഘുനാഥും വിവേചനം നേരിട്ടവരിൽ പെടുന്നു. SC/ST വിഭാഗത്തിൽപ്പെട്ട രഞ്ജിത്ത് സ്റ്റാഫ് കൗൺസിൽ സെക്രട്ടറിയായി നേരത്തെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ജീവനക്കാരുടെ കഥാ-കവിതാ രചനാ മത്സരങ്ങളിൽ സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനത്ത് എത്തിയതിനെ തുടർന്ന് ജില്ലാ കളക്ടർ വേദിയിലിരുത്തി ആദരിക്കുകയും ചെയ്തു. ഇത് ഹുസൂർ ശിരസ്ദാറിൽ വിരോധമുണ്ടാക്കിയെന്നും എഫ്ഐആറിൽ പറയുന്നു. കഴിഞ്ഞ ജനുവരി മുതൽ പ്രത്യേക ഹാജർ പുസ്തകം വെച്ചതിനെ സംബന്ധിച്ച് തിരക്കിയപ്പോൾ പട്ടിക്കും പൂച്ചയ്ക്കും ഇത് മതിയെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു വിട്ടതായും എഫ്ഐആറിലുണ്ട്. കേസിൽ റവന്യൂ വിഭാഗത്തിലെ സഹജീവനക്കാരുടെ മൊഴി ഡിവൈഎസ്പി മധുബാബുവിന്റെ നേതൃത്വത്തിൽ ഉടൻ രേഖപ്പെടുത്തും. SC/ST കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അന്വേഷണം നടക്കുന്നുവെന്ന ഇടക്കാല റിപ്പോർട്ട് മാത്രമാണ് ഉദ്യോഗസ്ഥനായ ലാൻഡ് അക്വിസിഷൻ ഡെപ്യൂട്ടി കളക്ടർ കൈമാറിയിട്ടുള്ളത്. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വകുപ്പ് തല അന്വേഷണവും നടക്കുന്നുണ്ട്. നിറത്തിന്റെ പേരിൽ അധിക്ഷേപം നേരിടുന്നുവെന്ന പരാതിയുമായി സംസ്ഥാന ചീഫ് സെക്രട്ടറി തന്നെ രംഗത്തുവന്ന പശ്ചാത്തലം നിലനിൽക്കുമ്പോഴാണ് ആലപ്പുഴയിൽ മേലുദ്യോഗസ്ഥരുടെ വിവേചനത്തിനുമേൽ സാധാരണ ജീവനക്കാരൻ നിയമ പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്നത്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. ആശമാരുടെ സമരത്തെ ചൊല്ലി കോൺഗ്രസും INTUCയും നേർക്കുനേർ പോര്. INTUC പിണറായി വിലാസം സംഘടനയാകരുതെന്ന് കെ മുരളീധരൻ പറഞ്ഞു. SUCI സമരത്തെ INTUC എന്തിന് പിന്തുണയ്ക്കണമെന്ന് R ചന്ദ്രശേഖരൻ തിരിച്ചു ചോദിച്ചു. ആശാ സമരത്തെ പ്രതിപക്ഷം ശക്തമായി പിന്തുണയ്ക്കുമ്പോൾ INTUC സമരത്തെ തള്ളി രംഗത്തെത്തിയത് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ആശാ സമരത്തിന് സമ്പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രതിപക്ഷം മുന്നോട്ടു പോകുമ്പോഴാണ് കോൺഗ്രസിന് തിരിച്ചടിയായി INTUCയുടെ നിലപാട്. SUCI സമരമാണ് നടക്കുന്നതെന്നും അവരുടെ ആശയങ്ങളോട് യോജിക്കാനാകില്ലെന്നും INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ പരസ്യമാക്കിയിരുന്നു. SUCI കമ്മ്യൂണിസ്റ്റ് എന്ന ബോർഡ് വെച്ചുകൊണ്ട് ഈ സമരത്തിൽ ഇപ്പം നിങ്ങൾ തിരിച്ചു പോകുമ്പോഴായാലും വർഷങ്ങളായി ദശാബ്ദങ്ങളായി നമ്മൾ കാണുന്ന ചില പാറ്റേണുകളുണ്ട്, ചില സിംബോളിക് പ്രകടനങ്ങളുണ്ട്. കറുപ്പും ചുമപ്പും ഒക്കെ രേഖപ്പെടുത്തുന്നത് അതൊക്കെ ഞങ്ങളൊന്നും പുതിയ ആളുകളല്ല, അറിയാത്തവരല്ല ഇതൊന്നും. INTUC നിലപാട് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയതോടെയാണ് R ചന്ദ്രശേഖരനെതിരെ കെ മുരളീധരൻ രംഗത്തെത്തിയത്. INTUC ഒരു സ്വതന്ത്ര തൊഴിലാളി സംഘടനയാണ്, പക്ഷേ കെ കരുണാകരൻ ഉണ്ടാക്കിയ സംഘടനയാണ്. ഇത് ഒരു പിണറായി വിലാസം സംഘടനയായി മാറരുത് എന്നാണ് ഞങ്ങൾക്ക് അവരോട് പറയാൻ. കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടിയാണെന്നും ഇത് തൊഴിലാളി സംഘടനയാണെന്നുമാണ് കെ മുരളീധരന് INTUCയുടെ മറുപടി. കൂട്ടായ ഒരു ആലോചനയോ കൂട്ടായ ഒരു കൺസൾട്ടേഷനോ ഇല്ലാതെ നടത്തിയാൽ അതിനകത്ത് INTUC എന്നൊരു തൊഴിലാളി സംഘടന ചെന്നങ്ങ് ആരും വിളിക്കാതെ അവിടെ ചെന്ന് സഹകരിക്കണം എന്ന് പറയുന്ന ഒരു സ്ഥിതി ഒരിക്കലും INTUCക്ക് പറ്റിയ
ആശമാരുടെ സമരം ആയുധമാക്കി സർക്കാരിനെ നിരന്തരം ആക്രമിച്ചു മുന്നോട്ടു പോയ കോൺഗ്രസ് INTUC നിലപാട് എങ്ങനെ വിശദീകരിക്കുമെന്ന ധർമ്മസങ്കടത്തിലാണിപ്പോൾ. ന്യൂസ് 18 തിരുവനന്തപുരം. ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് നടയിൽ നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരം 7ാം ദിവസത്തിലാണ്. അനിശ്ചിതകാല പ്രതിഷേധ സമരം 45ാം ദിവസത്തിലും. നിരാഹാരം അനുഷ്ഠിക്കുന്ന ആശാപ്രവർത്തകരുടെ ആരോഗ്യനില പരിശോധിക്കാൻ പോലീസ് സംവിധാനം ഒരുക്കുന്നില്ല എന്ന ആക്ഷേപവും സമരസമിതി ഉന്നയിച്ചിട്ടുണ്ട്. ആശാസമരം ഒത്തുതീർക്കണമെന്നാവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റ് നടയിൽ സംഘടിപ്പിച്ച ജനസഭയിൽ ജോയ് മാത്യു, CR നീലകണ്ഠൻ, ലത്തീൻ അതിരൂപത വികാരി ജനറൽ ഫാദർ യൂജിൻ പെരേര തുടങ്ങി നിരവധി പേരാണ് പങ്കെടുത്തത്. പെൺകുട്ടികളുടെ മാറിടത്തിൽ സ്പർശിക്കുന്നത് ബലാത്സംഗമല്ലെന്ന അലഹബാദ് ഹൈക്കോടതി വിധി മനുഷ്യത്വരഹിതവും ഞെട്ടിക്കുന്നതുമാണെന്ന് സുപ്രീം കോടതി. വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയുടെ വിധി ബോധപൂർവമെന്ന് വിലയിരുത്തുന്നതായും കോടതി നിരീക്ഷിച്ചു. മനുഷ്യത്വരഹിതമായ സമീപനമെന്നാണ് വിവാദമായ അലഹബാദ് ഹൈക്കോടതി വിധി ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതിയുടെ പരാമർശം. ജസ്റ്റിസ് BR ഗവായ്, ജസ്റ്റിസ് AG മാസിഹ് എന്നിവരാണ് കോടതി സ്വമേധയാ എടുത്ത കേസ് പരിഗണിച്ചത്. മാറിടം സ്പർശിക്കുന്നതും പൈജാമയുടെ ചരട് പൊട്ടിക്കാൻ ശ്രമിക്കുന്നതും വലിച്ചിഴയ്ക്കുന്നതും ബലാത്സംഗത്തിനുള്ള തെളിവായി കണക്കാക്കാനാകില്ലെന്നായിരുന്നു അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് റാം മനോഹർ നാരായണൻ മിശ്രയുടെ വിധി. ഈ വിധി ഞെട്ടിക്കുന്നതും വേദനിപ്പിക്കുന്നതുമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞു. പെട്ടെന്ന് തയ്യാറാക്കിയ വിധിയല്ല. 4 മാസത്തോളം കേസ് പരിഗണിച്ച ശേഷമാണ് ജസ്റ്റിസ് ഇത്തരമൊരു വിധി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇത് ബോധപൂർവമാണെന്ന് വിലയിരുത്തുന്നെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. വിധി എഴുതിയ ജഡ്ജിക്കെതിരെ കടുത്ത വാക്കുകൾ ഉപയോഗിക്കേണ്ടി വരുമെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. ബലാത്സംഗ ശ്രമവും ബലാത്സംഗത്തിനുള്ള തയ്യാറെടുപ്പും തമ്മിലുള്ള വ്യത്യാസം വിശദീകരിച്ചായിരുന്നു ജസ്റ്റിസ് രാം മനോഹർ നാരായണൻ മിശ്രയുടെ പരാമർശം. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. തമിഴ്നാട്ടിൽ വീണ്ടും ഏറ്റുമുട്ടൽ കൊല. ജാഫർ ഗുലാം ഹുസൈൻ എന്ന മഹാരാഷ്ട്ര സ്വദേശിയെയാണ് പോലീസ് വെടിവെച്ചു കൊന്നത്. പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു വെടിവെപ്പ്. കുപ്രസിദ്ധമായ ഇറാനി ഗ്യാങ്ങിലെ നേതാവാണ് കൊല്ലപ്പെട്ട ജാഫർ. ചെന്നൈ വിമാനത്താവളത്തിൽ നിന്ന് ഇന്നലെ പിടികൂടിയ ജാഫർ ഗുലാം ഹുസൈനാണ് പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത്. താരാമണി റെയിൽവേ സ്റ്റേഷന് സമീപമായിരുന്നു നേർക്കുനേർ ഏറ്റുമുട്ടൽ. കവർന്നെടുത്ത സ്വർണം കണ്ടെത്താനുള്ള തെളിവെടുപ്പിനിടെ ഒളിച്ചുവെച്ചിരുന്ന തോക്കെടുത്ത് ജാഫർ പോലീസിന് നേരെ വെടിവെച്ചു. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ജാഫറിനെ പോലീസും വെടിവെക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ബൈക്കിലെത്തി മാല പൊട്ടിച്ച് കടന്ന കേസിൽ ജാഫർ ഗുലാം ഹുസൈൻ ഇറാനിയെയും മിസാമും മേസം ഇറാനിയെയും പോലീസ് പിടികൂടിയത്. കുപ്രസിദ്ധമായ ഇറാനി സംഘത്തിൽ ഉൾപ്പെട്ടവരാണ് ഇവർ രണ്ടുപേരും. മഹാരാഷ്ട്രയിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലെത്തി ബൈക്കുകളിൽ കറങ്ങി മാല പൊട്ടിച്ച് നാടുവിടുന്നതാണ് സംഘത്തിന്റെ രീതി. കഴിഞ്ഞ ദിവസം 1 മണിക്കൂറും 10 മിനിറ്റും കൊണ്ട് ചെന്നൈ നഗരത്തിലെ ശാസ്ത്രിനഗർ, വേലച്ചേരി, സൈദാപേട്ട് എന്നിങ്ങനെ 6 ഇടങ്ങളിലാണ് ജാഫറും സംഘവും സ്ത്രീകളുടെ മാല പൊട്ടിച്ചത്. 17 ലക്ഷം രൂപയുടെ ആഭരണം തട്ടിയെടുത്ത ശേഷം നാടുവിടാൻ ശ്രമിക്കുന്നതിനിടെയാണ് പോലീസ് പിടിയിലായത്. വിമാനത്തിൽ ഹൈദരാബാദിലേക്ക് പറക്കാനായിരുന്നു ശ്രമം. ടേക്ക് ഓഫിന് തയ്യാറായി നിന്ന വിമാനം പുറപ്പെടരുതെന്ന് എയർ ട്രാഫിക് കൺട്രോളർക്ക് നിർദ്ദേശം നൽകി സാഹസികമായാണ് ഇവരെ ചെന്നൈ പോലീസ് വലയിലാക്കിയത്. കൊള്ളസംഘത്തിലെ 3ാമനെ ട്രെയിനിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ആന്ധ്രയിൽ നിന്നും പോലീസ് പിടികൂടി. വിവിധ സംസ്ഥാനങ്ങളിലായി 50ലേറെ കേസുകളിൽ പ്രതിയാണ് കൊല്ലപ്പെട്ട ജാഫർ. ചെന്നൈ സിറ്റി പോലീസ് കമ്മീഷണറായി ADGP അരുൺ ചുമതലയേറ്റതിനു ശേഷം നടക്കുന്ന 4ാമത്തെ ഏറ്റുമുട്ടൽ കൊലയുടെ അമ്പരപ്പിലാണ് ചെന്നൈ നഗരം. ന്യൂസ് 18 ചെന്നൈ. തമിഴ്നാട്ടിൽ അണ്ണാ DMK BJP സഖ്യത്തിന് വീണ്ടും സാധ്യത തെളിയുകയാണ്. ഡൽഹിയിലെത്തിയ അണ്ണാ DMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയതോടെയാണ് സഖ്യ ചർച്ചകൾ വീണ്ടും സജീവമായത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വഴിപിരിഞ്ഞവർ വീണ്ടും ഒന്നിക്കാനൊരുങ്ങുകയാണ്. ലക്ഷ്യം അടുത്ത വർഷം ഇതേ സമയം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഭാഷാവിവാദം, മണ്ഡല പുനർനിർണയമടക്കം തമിഴ് വികാരം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഇതിനോടകം തെരഞ്ഞെടുപ്പ് അജണ്ട നിശ്ചയിച്ചു കഴിഞ്ഞു. തുടർഭരണം ലക്ഷ്യം വെക്കുന്ന സ്റ്റാലിനെ പിടിച്ചുകെട്ടണമെങ്കിൽ ഒന്നിച്ചു നിൽക്കണമെന്ന ബോധ്യമുണ്ട് BJPക്കും AIADMKയ്ക്കും. AIADMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി, ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി SP വേലുമണി, M തമ്പിദുരൈ തുടങ്ങിയ നേതാക്കളാണ് ഡൽഹിയിലെത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ടത്. സംസ്ഥാനത്തെ വിവിധ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്ത കൂടിക്കാഴ്ച 2 മണിക്കൂറിലധികം നീണ്ടുനിന്നു. പിന്നാലെ 2026 തമിഴ്നാട്ടിൽ NDA സഖ്യം അധികാരത്തിൽ വരുമെന്ന് അമിത്ഷാ എക്സിൽ കുറിച്ചു.
സഖ്യം സംബന്ധിച്ച തുടർ ചർച്ചകൾ വരും ദിവസങ്ങളിലുണ്ടാകും. ചർച്ചയുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ AIADMK നേതൃത്വം തയ്യാറായിട്ടില്ല. ബിവറേജുമായി ബന്ധപ്പെട്ട അഴിമതിയാണ് ചർച്ചയെന്നാണ് ഔദ്യോഗിക പ്രതികരണം. ജയലളിതയുടെ മരണശേഷം പളനിസ്വാമി നേതൃത്വത്തിലെത്തിയപ്പോഴാണ് BJPയുമായി AIADMK സഖ്യമുണ്ടാക്കിയത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒന്നിച്ചു നിന്നെങ്കിലും BJP സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സഖ്യം പിരിഞ്ഞു. 18% വോട്ട് നേടിയെങ്കിലും BJPക്ക് ഒറ്റ സീറ്റിലും ജയിക്കാൻ സാധിച്ചിരുന്നില്ല. 23% വോട്ടിലേക്ക് കൂപ്പുകുത്തിയ AIADMK സഖ്യത്തിനും കനത്ത തിരിച്ചടിയായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൂത്തുവാരിയ DMK സഖ്യം നേടിയത് 47% വോട്ടും. ഇരു കക്ഷികളും ഒന്നിച്ചു നിന്നാൽ മാറ്റമുണ്ടാക്കാനാകുമെന്ന കണക്കൂട്ടലാണ് നേതൃത്വങ്ങൾക്ക്. DMKയെ താഴെയിറക്കാൻ ആരുമായും കൈകോർക്കാൻ തയ്യാറാണെന്ന് അണ്ണാമലൈ പ്രതികരിച്ചു. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. കർണാടകത്തിൽ ഹണി ട്രാപ്പ് വിവാദം കത്തുകയാണ്. അന്വേഷണം ആവശ്യപ്പെട്ട് ആഭ്യന്തരമന്ത്രി G. പരമേശ്വരയ്ക്ക് മന്ത്രി രാജണ്ണ രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട്. 2 സ്ത്രീകളുമായി ഒരാൾ തന്റെ വീട്ടിൽ വന്നുവെന്നാണ് രാജണ്ണ പറയുന്നത്. ഹൈക്കോടതി അഭിഭാഷകയാണെന്ന് സ്വയം പരിചയപ്പെടുത്തിയതായും രാജണ്ണ പറയുന്നു. പരാതിയിൽ നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് G. പരമേശ്വര പ്രതികരിച്ചു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളാനാവില്ലെന്ന് കേന്ദ്രം ഹൈക്കോടതിയെ അറിയിച്ചു. ദുരന്തബാധിതരുടെ ബാങ്ക് വായ്പ പുനഃക്രമീകരിക്കും. പുനഃക്രമീകരണത്തിൽ 1 വർഷത്തെ മൊറട്ടോറിയവും ഉൾപ്പെടും. എന്നാൽ ഈ നിലപാടിനോട് ഹൈക്കോടതി അതൃപ്തി പ്രകടിപ്പിച്ചു. വായ്പ മൊറട്ടോറിയമല്ല, വായ്പ എഴുതിത്തള്ളുകയാണ് വേണ്ടതെന്ന് കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി നിർദ്ദേശം നൽകി. വിശദമായ സത്യവാങ്മൂലം നൽകാൻ കേന്ദ്രത്തിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡാനി ഇപ്പോൾ ചേരുകയാണ്. ഡാനി, കേന്ദ്രം നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണല്ലോ. മൊറട്ടോറിയം അല്ലാതെ വായ്പ എഴുതിത്തള്ളൽ അസാധ്യമാണെന്ന്. ഈ രീതിയിലാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിനോട് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തി സത്യവാങ്മൂലം നൽകണം എന്നതാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിലവിൽ അറിയിച്ചിരിക്കുന്നത് ദുരന്ത ബാധിതരുടെ ബാങ്ക് വായ്പ പുനഃക്രമീകരിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞത്. എന്നാൽ ഇതിൽ ഹൈക്കോടതി അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇതിൽ ഈ പുനഃക്രമീകരണം എന്നതിനേക്കാൾ ഈ പുനഃക്രമീകരണത്തിൽ 1 വർഷത്തെ മൊറട്ടോറിയവും ഉൾപ്പെടുമെന്നും കേന്ദ്ര സർക്കാർ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വായ്പയിൽ ബാക്കിയുള്ള തുകയും പലിശയും പുതിയ വായ്പയായി കണക്കാക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ വായ്പാ തിരിച്ചടവിന് കൂടുതൽ സമയം നൽകുമെന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത്. മൊറട്ടോറിയം കാലയളവിലും വായ്പയ്ക്ക് പലിശയുണ്ടോ എന്ന് കേന്ദ്രത്തോട് ഹൈക്കോടതി ഇപ്പോൾ ചോദിക്കുകയും ചെയ്തു. എന്നാൽ ഇതിന് പലിശ ഈടാക്കും, മൊറട്ടോറിയം കാലയളവിലും വായ്പയ്ക്ക് പലിശ ഈടാക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ നൽകിയത്. അപ്പോൾ അങ്ങനെയെങ്കിൽ വായ്പ എടുത്ത ദുരന്ത ബാധിതർക്ക് എന്താണ് ഗുണമെന്നതും ഹൈക്കോടതി ചോദിക്കുകയുണ്ടായി. ഇതിൽ നൽകിയ വിശദീകരണം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത യോഗത്തിലെ തീരുമാനമാണിതെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചത്. അപ്പോൾ ഈ ദുരന്ത ബാധിതരുടെ ദുരവസ്ഥ ആരാണ് പരിഗണിക്കുക എന്നതാണ് ഹൈക്കോടതി കേന്ദ്രത്തോട് അടുത്ത ചോദ്യമായിട്ട് ഉന്നയിച്ചത്. സാഹചര്യങ്ങൾ മെച്ചപ്പെടുമെന്നാണ് പ്രതീക്ഷയെന്ന് ഇതിന് മറുപടിയായി കേന്ദ്ര സർക്കാർ പറയുകയും ചെയ്തു. 1 വർഷത്തിന് ശേഷം വായ്പ ഉണ്ടാകുമെന്നാണ് കേന്ദ്രം ഇക്കാര്യത്തിൽ പറഞ്ഞത്. ഇതിൽ NLBC തീരുമാനത്തിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയിട്ടുണ്ടോ എന്നും ഹൈക്കോടതി ആരായുകയും ചെയ്തു. ഇങ്ങനെ ചോദ്യങ്ങൾ നിരവധിയാണ് ഈ കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തത്. ഏതായാലും ഇക്കാര്യങ്ങളിൽ ദുരന്ത ബാധിതരുടെ സാഹചര്യത്തിൽ വായ്പ എഴുതി തള്ളാനാകുമോ എന്നത് പരിശോധിക്കണം എന്നതാണ് ഇക്കാര്യത്തിൽ ഹൈക്കോടതി ഇക്കാര്യത്തിൽ പറഞ്ഞുകൊണ്ട് വ്യക്തമാക്കുകയും ചെയ്തത്. ഇതിൽ വിശദമായ സത്യവാങ്മൂലം നൽകണം എന്നാണ് കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി ഇക്കാര്യത്തിൽ ആവശ്യപ്പെടുകയും കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകി. വിഴിഞ്ഞം തുറമുഖത്തിന് വയബിലിറ്റി ഗ്യാപ് ഫണ്ട് വാങ്ങാൻ മന്ത്രിസഭാ തീരുമാനം. വായ്പയായി തുക അനുവദിച്ചതിൽ സംസ്ഥാനം നേരത്തെ പ്രതിഷേധിച്ചിരുന്നു. സാധാരണ തിരിച്ചടയ്ക്കേണ്ടാത്ത സഹായമാണ് VGF അനുവദിക്കുന്നത്. വായ്പയായി തന്നെ സ്വീകരിക്കാമെന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ അറിയിക്കും. 818.8 കോടി രൂപയാണ് തിരിച്ചടയ്ക്കണമെന്ന വ്യവസ്ഥയിൽ കേന്ദ്രം സംസ്ഥാനത്തിന് നൽകുക. 17.80 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെൻറ് VGF തരേണ്ടത്. അത് സംബന്ധിച്ച് നേരത്തെ ചില തർക്കങ്ങളുണ്ടായിരുന്നത് ലോണായിട്ട് മാത്രമേ അനുവദിക്കൂ എന്ന് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിരുന്നു. അപ്പോൾ അതുപോലെ അത് ഗ്രാൻഡായി വേണമെന്നുള്ളിടത്ത് പൊതുവിലതാണ് നൽകി വന്നിരുന്നത്. അത് തുടർന്നാണ് നമ്മൾ അഭിപ്രായപ്പെട്ടത്. ഏതായിരുന്നാലും ഇപ്പോൾ VGF അവർക്ക് കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നതുകൊണ്ട് നമ്മളത് ഇപ്പോൾ നിലവിൽ VGF വാങ്ങാൻ തന്നെ തീരുമാനിച്ചു. ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന നിബന്ധനകൾക്ക് വിധേയമായി ഇപ്പോൾ വാങ്ങേണ്ടി വരും. ഭാവിയിൽ ഇത് സംബന്ധിച്ച കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റുമായി ആശയവിനിമയം നടത്തി ഈ കാര്യത്തിൽ ഗ്രാൻഡായി മാറ്റിയെടുക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കും.
കൊടകര കുഴൽപ്പണ കേസിൽ തുടരന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ നൽകി പോലീസ്. തിരൂർ സതീഷിന്റെ മൊഴിയിൽ കഴമ്പുണ്ടെന്നാണ് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത്. കേസ് BJPക്കെതിരെ ആയുധമാക്കുകയാണ് കോൺഗ്രസും CPM. BJP മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് നൽകിയ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് പോലീസ് ഇരിങ്ങാലക്കുട കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. 9 ചാക്കുകളിലായി 6 കോടി രൂപ എത്തിയെന്നാണ് സതീഷിന്റെ മൊഴി. ഇക്കാര്യം വിശദീകരിച്ചാണ് പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചത്. കേന്ദ്ര ഏജൻസികളും തെരഞ്ഞെടുപ്പ് കമ്മീഷനും അന്വേഷിക്കണമെന്നും റിപ്പോർട്ടിലുണ്ട്. കേസിലെ 2ാം ഘട്ട അന്വേഷണം പോലീസ് അവസാനിപ്പിച്ചു. BJP നേതാക്കൾക്കെതിരെ തിരൂർ സതീഷ് സ്വകാര്യ അന്യായം ഫയൽ ചെയ്തു. കോടതി തീരുമാനം എന്താണെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണെന്ന് സതീഷ് പ്രതികരിച്ചു. BJP നേതാക്കൾക്ക് ക്ലീൻ ചീറ്റ് നൽകിയുള്ള EDയുടെ റിപ്പോർട്ടിന് പിന്നാലെ രാഷ്ട്രീയ വിവാദം കൊഴുക്കുകയാണ്. കേരള പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടോ കണ്ടെത്തിയ തെളിവുകളോ ഒരു ഘട്ടത്തിൽ പോലും ED പരിഗണിക്കാഞ്ഞതും ആരോപണത്തെ ശക്തിപ്പെടുത്തുകയാണ്. EDയുടെ മുഴുവൻ വിശ്വാസ്യതയും ഇല്ലാതായെന്ന ആരോപണം UDFും LDFും ഉന്നയിച്ചു കഴിഞ്ഞു. BJPയെ സഹായിക്കാനാണ്. BJPയെ സഹായിക്കുന്ന ഉത്തരവാദിത്വമാണ് ഈ ഏജൻസിക്കുള്ളത്. അവർ ഇന്ന് വരെ യഥാർത്ഥ കള്ളന്മാരാരാണെന്ന് പറഞ്ഞിട്ടുമില്ല, കള്ളന്മാരെ പിടിക്കാൻ ശ്രമിച്ചിട്ടുമില്ല. എല്ലാ കാലത്തും BJPയെ സംരക്ഷിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുകയാണ് എന്നും ഇവർ ചെയ്തിട്ടുള്ളത് എന്നത് ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. പണം പിടിച്ചെടുത്തതിന് ശേഷമുള്ള സംഭവങ്ങളാണ് അന്വേഷിച്ചതെന്നും അതിൽ വ്യക്തത വരുത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നുമാണ് EDയുടെ നിലപാട്. ന്യൂസ് 18 തിരുവനന്തപുരം. കൊച്ചിയിൽ വിദ്യാർത്ഥികൾക്ക് വലിയ തോതിൽ കഞ്ചാവ് എത്തിച്ചു നൽകുന്ന മുഖ്യ കണ്ണി പിടിയിലായി. വിദ്യാർത്ഥികൾ റോബിൻ ഭായ് എന്ന് വിളിക്കുന്ന അസം സ്വദേശി റബിൻ മണ്ഡലാണ് പെരുമ്പാവൂരിൽ പിടിയിലായത്. പെരുമ്പാവൂർ ഭായി കോളനിയിൽ നിന്ന് 9 കിലോയിലധികം കഞ്ചാവുമായാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. താമസ സ്ഥലത്ത് പ്ലാസ്റ്റിക് ചാക്കിലും ചെറിയ 3 പൊതികളിലുമായി ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. ലഹരിക്കെതിരെ ജാഗ്രതാ സമിതിയുമായി ഫെഫ്ക. സംവിധായകനും സാങ്കേതിക പ്രവർത്തകരും ഉൾപ്പെട്ട 7 പേർ അടങ്ങുന്ന സംഘം സിനിമാ സെറ്റുകളിൽ രൂപീകരിക്കും. ഇതോടെ പുറത്തുനിന്നുള്ള പരിശോധനയുടെ ആവശ്യമുണ്ടാകില്ലെന്ന് ഫെഫ്ക ചെയർമാൻ B ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ലഹരി ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ടാൽ വിവരം എക്സൈസിന് കൈമാറാനാണ് തീരുമാനം. ഫെഫ്കയുടെ കൺവെൻഷനിൽ എക്സൈസ് കമ്മീഷണർ മഹിപാൽ യാദവ് ലഹരി വിരുദ്ധ സന്ദേശം നൽകി. സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗത്തിനെതിരായ ഫെഫ്കയുടെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നതായി മഹിപാൽ യാദവ് പറഞ്ഞു. നമ്മൾ എല്ലാ സെറ്റുകളിലും ഒരു ജാഗ്രതാ സമിതി രൂപീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ലഹരിക്ക് എതിരായി എല്ലാ സെറ്റുകളിലും നിരോധിത ലഹരിയുടെ വ്യാപനം, ഉപയോഗം എന്നിവയ്ക്കെതിരായി ഒരു ജാഗ്രതാ സമിതി രൂപീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ആ ജാഗ്രതാ സമിതിയിൽ പ്രൊഡക്ഷൻ കൺട്രോളർ ഉണ്ടായിരിക്കും, സംവിധായകനുണ്ടായിരിക്കും, എല്ലാ വിഭാഗങ്ങളിലെയും ചീഫുമാർ ഉണ്ടായിരിക്കും. ആ യൂണിറ്റിൽ, ആ ലൊക്കേഷനിൽ നിരോധിത ലഹരിയുടെ ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായും ആ വിവരം അറിയിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങളിലൂടെ സർക്കാർ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ആ നമ്പറുകളിൽ അറിയിക്കുകയും അതത് യൂണിയനുകളുടെ പ്രതിനിധികളെ അറിയിക്കുകയും ചെയ്യും. അപ്പോൾ നിയമത്തിൻ്റെ വഴിക്കും സംഘടനയുടെ വഴിക്കും നീങ്ങുമെന്നും നിരോധിത ലഹരിയുടെ വ്യാപനം ഒരു ക്യാൻസർ പോലെ പടരുന്നത്, സിനിമാ രംഗത്ത് പടരുന്നത് ഒരു തരത്തിലും അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളത് ഈ കൺവെൻഷനിൽ പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സംഗീത സംവിധായകൻ ഷാൻ റഹ്മാനെതിരെ കേസ്. കൊച്ചിയിൽ സംഗീത നിശ സംഘടിപ്പിച്ചതുവഴി ഷാൻ റഹ്മാൻ 38 ലക്ഷം രൂപ പറ്റിച്ചുവെന്നാണ് കേസ്. എറണാകുളം സൗത്ത് പോലീസാണ് വഞ്ചനാ കുറ്റത്തിന് കേസെടുത്തത്. പ്രൊഡക്ഷൻ മാനേജറും ഷോ ഡയറക്ടറുമായ നിജു രാജാണ് പരാതി നൽകിയത്. എമ്പുരാൻ നാളെ റിലീസിനെത്തുകയാണ്. മലയാളം കണ്ട ഏറ്റവും വലിയ ചിത്രം എത്തുന്നത് കേരളത്തിൽ ഇന്നുവരെ കാണാത്ത വമ്പൻ റിലീസായിട്ടാണ്. 2019 മാർച്ച് 28 റിലീസ് ചെയ്ത ആദ്യ ഭാഗം ലൂസിഫറിന് ശേഷം 6 വർഷത്തെ ഇടവേള കഴിഞ്ഞ് 2ാം ഭാഗം എത്തുമ്പോൾ ഇന്ത്യൻ സിനിമാ പ്രേക്ഷകരുടെ കാത്തിരിപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. So Stephen, come back. Save your land. Save God's own country. സിനിമയിൽ കേരളത്തെ രക്ഷിക്കുന്ന ചെകുത്താൻ എത്താനായി ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. യാഥാർത്ഥ്യത്തിൽ കേരളത്തിലെ തിയേറ്ററുകളെ രക്ഷിക്കാൻ മലയാളത്തിന്റെ മോഹൻലാൽ എത്താനുള്ള കാത്തിരിപ്പിലാണ് ആരാധകരും തിയേറ്റർ ഉടമകളും. 2 മാസത്തോളം ഉറങ്ങിക്കിടന്ന മലയാള സിനിമയുടെ മുന്നിലേക്ക് എമ്പുരാൻ എത്തുമ്പോൾ തിയേറ്റർ ബുക്കിംഗ് കണ്ട് ആശ്വാസത്തിലാണ് തിയേറ്റർ ഉടമകൾ. തിരുത്തിയ റെക്കോർഡുകൾ മലയാള സിനിമയുടേത് മാത്രമല്ല, ഖാൻമാരും തെലുങ്ക് സിനിമയും നിലവിൽ അടക്കി ഭരിക്കുന്ന ഇന്ത്യൻ സിനിമാ റെക്കോർഡുകൾ കൂടിയാണ്.
പോയത്. But answer this one question. Who are you really? Lucifer. 2019 മാർച്ച് 28 ലൂസിഫർ റിലീസായ ദിനം. അന്ന് വരെ മലയാള സിനിമ കണ്ട മാസ് സിനിമകളിൽ നിന്നും വ്യത്യസ്തമായി ഇറങ്ങിയ ചിത്രത്തെ മലയാളി പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. മലയാളി പ്രേക്ഷകർ മാത്രമല്ല, ലോകവും ആ സ്വീകരണത്തിന്റെ ഭാഗമായി. ഇന്ത്യക്ക് പുറത്ത് 50 കോടി ഗ്രോസ് കളക്ഷൻ നേടുന്ന ആദ്യ മലയാള ചിത്രമായി ലൂസിഫർ മാറി. ലൂസിഫറിന്റെ 50ാം ദിന ആഘോഷ ചടങ്ങിൽ ചിത്രത്തിന് 2ാം ഭാഗമുണ്ടെന്ന പ്രഖ്യാപനം കൂടി വന്നതോടെ ആവേശം ആകാശത്തോളം എത്തി. പിന്നാലെ കാത്തിരിപ്പ് ആരംഭിക്കാൻ തുടങ്ങി. ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞ സ്റ്റീഫൻ നെടുമ്പള്ളിയെയും ഖുറേഷി എബ്രഹാമിനെയും ഇരു കൈ നീട്ടി മാത്രമല്ല, നെഞ്ചിൽ ചേർത്ത് പിടിച്ചു മലയാളികൾ. ലൂസിഫർ റിലീസിന് ശേഷം പൃഥ്വിരാജിന്റെ ഓരോ അഭിമുഖത്തിലും 2ാം ഭാഗത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ എത്തിത്തുടങ്ങി. അങ്ങനെ 2023 ഒക്ടോബർ 5 എമ്പുരാൻ ഷൂട്ടിംഗ് ആരംഭിച്ചു. ആശീർവാദ് സിനിമാസിനൊപ്പം തമിഴിൽ നിന്നുള്ള ബ്രഹ്മാണ്ഡ പ്രൊഡക്ഷൻ കമ്പനിയായ ലൈക്ക പ്രൊഡക്ഷൻസ് ആദ്യമായി മലയാളത്തിലെത്തുന്നു എന്ന പ്രത്യേകതയോടുകൂടിയാണ് ഷൂട്ടിംഗ് ആരംഭിക്കുന്നത്. ആടുജീവിതത്തിന്റെ റിലീസ് സമയത്ത് പോലും എമ്പുരാൻ ഷൂട്ട് എന്തായി എന്നുള്ള ചോദ്യങ്ങൾ വന്നു. ഒടുവിൽ ചിത്രത്തിന്റെ ഷൂട്ട് കഴിഞ്ഞ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുമ്പോൾ പോലും പ്രതിസന്ധികൾക്ക് യാതൊരു കുറവുമില്ലായിരുന്നു. നിർമ്മാതാക്കളുടെ പത്രസമ്മേളനം. ജി സുരേഷ് കുമാറും ആന്റണി പെരുമ്പാവൂരും തമ്മിൽ എമ്പുരാന്റെ ബഡ്ജറ്റ് പുറത്തുവിട്ടെന്ന പേരിൽ പരസ്യപ്പോര്. സിനിമയുടെ റിലീസ് തടയാനായി ഫിലിം ചേംബറിന്റെ ചരട് നീക്കങ്ങൾ. അവസാന നിമിഷം ലൈക്ക പ്രൊഡക്ഷൻസിന്റെ പിന്മാറ്റം. പകരം ശ്രീഗോകുലം മൂവീസ് ഏറ്റെടുക്കുന്നു. അങ്ങനെ അതീവ പ്രതിസന്ധിയിൽ നിന്ന് എമ്പുരാൻ ഒടുവിൽ പറഞ്ഞ ദിവസം തന്നെ റിലീസിനെത്തുകയാണ്. ഇന്ത്യ ഒട്ടാകെ ഓടി നടന്ന പ്രൊമോഷൻസ്. ഹിന്ദിയിലും തെലുങ്കിലും തമിഴിലും പൃഥ്വിരാജ് മോഹൻലാൽ അഭിമുഖങ്ങളും പത്രസമ്മേളനങ്ങളും വൈറലോട് വൈറൽ. ബുക്കിംഗിൽ തീർത്തത് ചരിത്രങ്ങളാണ്. ബുക്ക് മൈ ഷോ വഴി ആദ്യ മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ സിനിമ എന്ന റെക്കോർഡിനൊപ്പം ആദ്യ 24 മണിക്കൂറിലും ബുക്ക് മൈ ഷോ വഴി ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ സിനിമ എന്ന റെക്കോർഡും തീർത്തു. പിന്നിലാക്കിയത് കൽക്കി എന്ന ചിത്രത്തിന്റെ റെക്കോർഡായിരുന്നു. കേരളത്തിലെ ആദ്യ ദിന കളക്ഷൻ വിജയ് ചിത്രം ലിയോയിൽ നിന്ന് തട്ടിയെടുക്കാൻ ഒരുങ്ങുക കൂടിയാണ് എമ്പുരാൻ. എമ്പുരാൻ റിലീസ് ചെയ്യുമ്പോൾ മാറുന്നത് മലയാള സിനിമയാണ്. അതിർത്തികൾ ഇല്ലാതാകുന്നത് ഇന്ത്യൻ സിനിമയുടേതും. എന്റർടൈൻമെന്റ് ഡെസ്ക്, ന്യൂസ് 18. ലോകകപ്പ് ഫുട്ബോളിന് അർജന്റീന യോഗ്യത നേടി. യുറുഗ്വായ് ബൊളീവിയ മത്സരം സമനിലയിലായതോടെയാണ് അർജന്റീന ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് യോഗ്യത നേടുന്ന ആദ്യ ടീമായത്. പിന്നാലെ ബ്രസീലുമായി നടന്ന മത്സരത്തിൽ ഉജ്ജ്വല വിജയവും നേടി. 1-4 ഗോളുകൾക്ക് അർജന്റീന ജയിച്ചു. ജൂലിയൻ അൽവാരസ്, എൻസോ ഫെർണാണ്ടസ്, അലക്സിസ് മാക്സ്, അലിസ്റ്റർ ജൂലിയാനോ സിമിയോണി എന്നിവരാണ് അർജന്റീനയ്ക്കായി സ്കോർ ചെയ്തത്. ബ്രസീലിന്റെ ആശ്വാസ ഗോൾ നേടിയത് മത്തയൂസ് കുഞ്ഞിയാണ്. ജയത്തോടെ 14 മത്സരങ്ങളിൽ നിന്ന് അർജന്റീനയ്ക്ക് 33 പോയിന്റ്. 21 പോയിന്റുള്ള ബ്രസീൽ 4-ാമതാണ്. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം ആര്യ ചേരും.